എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് കമുകറ ഫൗണ്ടേഷനും ജീവൻ ടിവിയും സംയുക്തമായിട്ടാണ്. തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതേക്കുറിച്ച് എനിക്ക് ശേഷം സംസാരിക്കുന്ന ആൾക്കാരെ വിശദമാക്കും. ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇവരിന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് PV ശിവൻ. ഞാൻ കമുകറ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നത് ശ്രീ രാജീവ് ONV, കമുകറ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ്. അതുപോലെ പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത ആളാണ് ബേബി മാത്യു സോമതീരം, ജീവൻ ടിവിയുടെ CMD ആണ്. വലതുഭാഗത്തിരിക്കുന്ന ചന്ദ്രസേനൻ നായർ ഞങ്ങളുടെ കമുകറ ഫൗണ്ടേഷൻ്റെ പെയ്റ്റനാണ്. ഇത് കമുകറ ശ്രീകുമാർ, കമുകറയുടെ മകനാണ്. അദ്ദേഹം കമുകറ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരിയായിരുന്ന ജാനകിയമ്മ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോവുകയുണ്ടായി. ജാനകിയമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ വളരെ വിശദമായ എഴുത്തുകളും അവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നതാണ്. പക്ഷേ കമുകറ ഫൗണ്ടേഷനുമായിട്ട് വളരെ അടുത്ത ഒരു ആത്മബന്ധം പുലർത്തിയ ഗായികയായിരുന്നു. കാരണം കമുകറ പുരുഷോത്തമനുമായിട്ട് ആദ്യകാലം 1960കളുടെ തുടക്കത്തിൽ വളരെയധികം പാട്ടുകൾ അവർ മലയാള സംഗീതത്തിലെ അവിസ്മരണീയങ്ങളായ പാട്ടുകൾ നൽകുകയുണ്ടായി. ചന്ദ്രൻ്റെ പ്രഭയിൽ ചന്ദനമഴയിൽ എന്നുള്ള പാട്ട് ഇന്നും നമ്മുടെ കാതുകൾ മുഴങ്ങുന്നതാണ്. പാതിരാപ്പൂ എന്ന് കണ്ടുറന്നാൽ, കണ്ണിനെയും മുതലായ ഒരുപാട് പാട്ടുകളുണ്ട്. അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുള്ള പോലെ തന്നെ കമുകറ ഫാമിലിയായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഏതാണ്ട് അവരുടെ മകൻ ചന്ദ്രശേഖർ അടുത്ത കാലത്ത് മരിച്ചപ്പോൾ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ പോയി. എൻ്റെ വൈഫ് ഡോക്ടർ ശ്രീലേഖ ഇവിടെയുണ്ട്, അവരെല്ലാം പോയിരുന്നു. മുരളീകൃഷ്ണൻ മരിച്ചപ്പോൾ, മകൻ മുരളീകൃഷ്ണൻ മരിച്ചപ്പോൾ പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി കിട്ടിയൊരു ഭാഗ്യം, ഇവിടുത്തെ 1-2 ഗായികമാർക്ക് അവരെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് ഞങ്ങൾ അടുത്ത കാലത്ത് മരിക്കുന്നതിന് ഒരു 28-29 ദിവസം മുമ്പ് അമ്മയെ മൈസൂറുള്ള വീട്ടിൽ പോയി കണ്ടിരുന്നു. അമ്മ ആദ്യമൊക്കെ വളരെ വിഷമമുണ്ടായിരുന്നു, വളരെ ചിയർഫുള്ളായിരുന്നു. ഞങ്ങളെ പാട്ടുകളൊക്കെ പാടി കുസൃതികളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാണ് 2 മണിക്കൂറോളം അമ്മയോടൊത്ത് ചിലവഴിച്ചിരുന്നു. അന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിപ്പോൾ യാത്രയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്, ഇനിയൊരു യാത്രയുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് കാണിക്കും വരുന്ന ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കും വരുന്നത്, നിങ്ങളോടൊത്ത് ഞങ്ങൾ താമസിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ പെട്ടെന്നുള്ള മരണവാർത്തയാണ് ഞങ്ങൾ അറിഞ്ഞത്. വളരെ ദുഃഖം തോന്നി. അതുകൊണ്ട് തന്നെ മലയാളം എക്കാലത്തും അനുസ്മരിക്കേണ്ട, എക്കാലത്തും ഓർക്കേണ്ട ഒരു വലിയ ഗായികയാണ്. മലയാളത്തിൻ്റെ ദത്തുപുത്രിയാണ് ജാനകി എന്ന് പറയുന്നത്. 40,000-ലധികം പാട്ടുകൾ പാടിക്കൊണ്ട് മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചതാണ്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയും അവർക്ക് പാടാൻ, കൊച്ചുകുട്ടികൾക്കും വൃദ്ധർക്കും പുരുഷന്മാർക്കും ഒക്കെ വേണ്ടി പാടാൻ കഴിയുന്ന വൈവിധ്യമുള്ള പാട്ടുകളുടെ ഒരു വലിയ ഉടമസ്ഥയായിരുന്നു. അമ്മയുടെ ഓർമ്മയ്ക്കും ഒരു സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നടക്കുന്ന പരിപാടിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ രാജീവിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിങ്കളാഴ്ച ജാനകിയമ്മയ്ക്ക് ഒരു ആദരവ് നൽകുന്ന രീതിയിലുള്ളൊരു പരിപാടി കമുകറ ഫൗണ്ടേഷനും ജീവൻ ടിവിയും സംയുക്തമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയുടെ പേര് മഞ്ഞണി പൂനിലാവ് എന്നാണ്. ഇതിൻ്റെ വേദി RDR കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒരു മിനി ഹാളിലാണ് നടത്തുന്നത്. തിരുവനന്തപുരത്തെ ഏതാണ്ട് മിക്കവാറും എല്ലാ പ്രശസ്തരായ ഗായകരെയും ഉൾപ്പെടുത്തിയാണ് ഈ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഒരു സംഗീതാർച്ചനയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്മരണാഞ്ജലിയായിട്ട് ഉണ്ടാവും. അതുകൂടാതെ അവരുടെ ഏതാണ്ട് ഒരു 25-26 വളരെ വിഖ്യാതമായിട്ടുള്ള പാട്ടുകൾ ഉൾപ്പെടുത്തിയ ഒരു സംഗീത പരിപാടി, അതാണ് ഞങ്ങൾ നൽകുന്ന ഒരു സംഗീതാർച്ചന. ഇതിൻ്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിശ്വനാഥാണ് മുഖ്യാതിഥിയും. അന്ന് ജാനകിയമ്മയെ അനുസ്മരിച്ച് സംസാരിക്കുന്നതും അദ്ദേഹമായിരിക്കും. ഹാളിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. പിന്നെ പ്രശസ്ത ഗായകരായ രാജലക്ഷ്മി, പ്രീത, അപർണ, അഖിലാനന്ദ്, സരിത രാജീവ്, ശ്രീറാം, രവിശങ്കർ, കമുകറ ശ്രീകുമാർ, ലക്ഷ്മി രംഗൻ, സരിത റാം, അനിത, ഐശ്വര്യ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നഗരത്തിലെ ഒരു നല്ല ഗായകരുടെ ഒരു നിര തന്നെ ഈ ജാനകിയമ്മയ്ക്ക് അനുസ്മരണത്തിന് പാട്ടുകൾ പാടാനായിട്ട് ഞങ്ങൾ അണിനിരത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും നിങ്ങളുടെ സാന്നിധ്യത്തിന് പുറമെ എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കും.
അതന്നെ ഒന്ന് നിങ്ങളോട് ഉണ്ടായിരിക്കണം സാന്നിധ്യം ഉദ്ദേശിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ഈ പരിപാടി കാണുവാനും കേൾക്കുവാനും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ളൊരു പ്രചരണം കൂടി തന്നിട്ട് സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചുരുക്കത്തിൽ നമ്മളെല്ലാം കൂടി കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണിത്. തിരുവനന്തപുരത്തെ സാംസ്കാരിക ലോകം നടക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. തിരുവനന്തപുരത്ത് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ നടന്നതായിട്ട് ഓർക്കുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായ സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.